Okay, ഇപ്പോൾ ഓഡിയോ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ആണ്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഞാൻ ഇന്ന് തന്നെ നിങ്ങളോട് ചോദിച്ചിരുന്നു. ഹലോ, ഓഡിബിൾ ആണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നിലവിൽ? ഒന്ന് ഓർക്കെ പറയാമോ? ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ല. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ടുഡേസ് ടോപ്പിക് ഈസ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ. നമ്മൾ ഇന്ന് ചോദിച്ചപ്പോൾ തന്നെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞത് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ തന്നെയായിരുന്നു. സോ ഐ തോട്ട് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ സെഷൻ സാധാരണഗതിയിൽ നമ്മൾ 1-2 സെഷൻസ് ആയിട്ടാണ് പറയാം. ഇത്തവണ ഈ ഒരു പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് നമ്മൾ മിനിമം 2 ക്ലാസ് റൂം സെഷൻസും അത് കൂടാതെ 1-2 അഡീഷണൽ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഞാൻ ഷെയർ ചെയ്യാം. സോ ഇവിടെ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് നിങ്ങൾ കൊടുക്കണം. ബിക്കോസ് ചെയ്ത് മാത്രമേ ഈ ഒരു ഏരിയ ക്ലിയർ ആകാൻ സാധിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ഇവിടെ 100% കോൺസെൻട്രേഷൻ ഉണ്ടാവണം. ആൻഡ് ഇവിടെ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. സോ യു ക്യാൻ ടേക്ക് എ ബുക്ക് ഓർ പേപ്പർ ഓർ പെൻ. ഓരോ പ്രോബ്ലംസും നമ്മൾ ഈ ക്ലാസ് റൂമിൽ തന്നെ ചെയ്തു പോകും. സോ അതിനുവേണ്ടി റെഡി ആകുക. ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ UGC നെറ്റ് എക്സാമിനേഷന് ഇതുവരെ ചോദിച്ചു കാണാനുള്ള ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ എല്ലാം തന്നെ ടേബിൾ ടൈപ്പ് ആണ്. ടേബിൾ ടൈപ്പ് പ്രീവിയസ്ലി 2013 വരെയൊക്കെ പൈ ചാർട്ട് ഒക്കെ ചോദിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ ടേബിൾ ടൈപ്പ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ തന്നെയാണ് ചോദിക്കുന്നത്, എസ്പെഷ്യലി ഫോർ കൊമേഴ്സ് ആയാലും മാനേജ്മെന്റ് ആയാലും ടേബിൾ ടൈപ്പ് മാത്രമേ കാണുന്നുള്ളൂ. സോ ടേബിൾ ടൈപ്പ് എന്നുള്ള രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. ക്ലാസിഫിക്കേഷൻ നമുക്കിവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. സ്റ്റഡി ദി ഫോളോയിങ് ടേബിൾ ആൻഡ് ഗിവ് ദി ആൻസേഴ്സ്. Answer the questions. Classification of 100 students based on the marks obtained by them in physics and chemistry in an examination is given. നമുക്കിവിടെ തന്നിരിക്കുന്നത് 100 പേരെ അവർക്ക് കിട്ടിയിട്ടുള്ള ഫിസിക്സിലും കെമിസ്ട്രിയിലും കിട്ടിയിട്ടുള്ള മാർക്സിനെ ബേസ് ചെയ്തുകൊണ്ട് 100 പേരുടെ ലിസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് മാർക്സ് ബേസ് ചെയ്തിട്ടാണ്. സോ ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 50 ആണ്. 50 മാർക്സിൽ 40 എബോവ് കിട്ടിയവർ, then 30 above കിട്ടിയവർ, 20 above, 10 above and 0 above. 0 above എന്ന് പറയുന്നത് 0-ൽ കൂടുതലാണ് എല്ലാവർക്കും കിട്ടിയത്. സോ ടോട്ടൽ എന്ന് പറയുന്നത് 100 ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് കൺസെപ്റ്റ്. ഇതിൽ നിന്നുകൊണ്ട് നമ്മളോട് കുറെ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. ഇവിടെ ഓർക്കേണ്ടത് 40 above എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 40ക്കും 50ക്കും ഇടയിൽ എത്ര പേരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതേപോലെ 30 above എന്ന് പറയുമ്പോൾ 30ക്കും 40ക്കും ഇടയിൽ എത്ര പേരാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ബിക്കോസ് 30 above എന്ന് പറഞ്ഞാൽ 30 മാർക്കിൽ കൂടുതലുള്ളവർ 40 മാർക്കിൽ കൂടുതലുള്ളവരും ഉണ്ടാകാം. അപ്പോ നമ്മളത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് 30 above-ഉം 30 ഇൻ ബിറ്റ്വീൻ 30 ആൻഡ് 40 ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഫിസിക്സ് മാത്രം എടുക്കുകയാണെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ ഫിസിക്സിന് 30 മാർക്കിനും 40 മാർക്കിനും ഇടയിൽ സ്കോർ ചെയ്തിരിക്കുന്ന എത്ര പേരുണ്ട്? 30ക്കും 40ക്കും ഇടയിൽ സ്കോർ ചെയ്തിരിക്കുന്ന എത്ര പേരുണ്ട്? ഇസ് ഇറ്റ് 32? നോ, 32 അല്ല. അങ്ങനെയാണെങ്കിൽ എത്രയാണ്? ബിക്കോസ് 30 ആൻഡ് എബോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് 40 ആൻഡ് എബോ ആസ് വെൽ. 30 മാർക്കിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ അത് 45 കിട്ടിയാലും 30 മാർക്കിൽ കൂടുതലാണ്. സോ നമുക്ക് വേണ്ടത് 30നും 40നും ഇടയിലുള്ള ആൾക്കാരാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് 30നും 40നും ഇടയിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 9 പേരെ ഒഴിവാക്കിയാൽ മതി. ഓക്കെ, 40ന് മുകളിൽ കിട്ടിയിട്ടുള്ള 9 പേരെ 32ൽ നിന്ന് ഒഴിവാക്കുക. ബാക്കിയുള്ള 23 പേരാണ് 30നും 40നും ഇടയിൽ സ്കോർ ചെയ്തിട്ടുള്ളത്. അതേ മെത്തേഡ് തന്നെ അടുത്തതിൽ ഉപയോഗിക്കുക. 20നും 30നും ഇടയിൽ 20ക്കും 30ക്കും ഇടയിൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള ഫിസിക്സിന് എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് 20 മാർക്സിൽ കൂടുതൽ സ്കോർ ചെയ്ത 80 പേരുണ്ടെന്നാണ്. 20 മാർക്സിൽ കൂടുതൽ സ്കോർ ചെയ്ത 80 പേരെന്ന് പറയുമ്പോൾ 30 മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്തവരും 40 മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്തവരും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ 2 കാറ്റഗറിയെയും ഒഴിവാക്കുക. 40 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്ത 9 പേരാണ്, 30 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്ത 32 പേരാണ്. സോ നിങ്ങൾ എത്ര കുറയ്ക്കണം? 20നും 30നും ഇടയിലുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി 30 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്തവരെ കുറച്ച് കളഞ്ഞാൽ മതി. 80 - 32 യു വിൽ ഗെറ്റ്
എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും. 48 ആണ്. റൈറ്റ്? ഇങ്ങനെയാണ് ആ ഒരു ഡിഫറൻസ് എടുക്കുക എന്ന് പറയുന്ന ഒരു പോയിന്റ് മാത്രമേ ഈ ക്വസ്റ്റ്യനിലുള്ളൂ. അത് തെറ്റിക്കരുത്. അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ പറയണം ആൻസർ. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്ഡ് വിത്ത് 30 as cut off marks in chemistry and those who passed with 30 as 30 marks cut off in aggregate. So 30 മാർക്ക് കെമിസ്ട്രിയിൽ കട്ട് ഓഫ് ആയിട്ട് പാസ് ചെയ്തിരിക്കുന്നവരും അതേപോലെ ആഗ്രിഗേറ്റിൽ 30 മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്തവരും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് പറഞ്ഞ്. What is the difference between number of students passed with 30 as cut off? 30 മാർക്കാണ് പാസ് മാർക്ക് എങ്കിൽ അതിൽ കൂടുതൽ കിട്ടിയ സ്റ്റുഡൻസും കെമിസ്ട്രിക്ക് ഈ പറഞ്ഞ മാർക്ക് കൂടുതൽ കിട്ടിയ സ്റ്റുഡൻസും അതേപോലെ ആഗ്രിഗേറ്റ് ഇസ് ഗിവൺ. ആഗ്രിഗേറ്റിൽ 30 മാർക്കിൽ കൂടുതൽ കിട്ടിയ സ്റ്റുഡൻസും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര പേരുടെ വ്യത്യാസമുണ്ട്? സോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തുകൂടി. എത്രയാണ് ആൻസർ എന്ന് പറയാമോ? 6. ഓക്കെ, നോക്കാം. കെമിസ്ട്രിക്ക് 30 മാർക്കിൽ കൂടുതൽ കിട്ടിയ 20 പേരുണ്ട്. ദാറ്റ് ഈസ് ഡയറക്ട്ലി ഗിവൺ. 30 മാർക്കാണ് കട്ട് ഓഫ് എങ്കിൽ 30 മാർക്കിൽ കൂടുതൽ കിട്ടിയ 21 പേരും കട്ട് ഓഫിന് മുകളിലാണ്. ദെൻ ആഗ്രിഗേറ്റിൽ 30 മാർക്കിൽ കൂടുതൽ കിട്ടിയ 27 പേരുണ്ട്. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 6. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഒരു കൺഫ്യൂഷന്റെയും ആവശ്യമില്ല. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇഫ് അറ്റ്ലീസ്റ്റ് 60% മാർക്സ് ഇൻ ഫിസിക്സ് ആർ റിക്വയർഡ് ഫോർ പെർസ്യൂയിങ് ഹയർ സ്റ്റഡീസ് ഇൻ ഫിസിക്സ്, ഹൗ മെനി സ്റ്റുഡൻസ് വിൽ ബി ഏബിൾ ടു പെർസ്യൂ ഹയർ സ്റ്റഡീസ് ഇൻ ഫിസിക്സ്? 60% മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഫിസിക്സിൽ ഹയർ സ്റ്റഡീസിൽ പോകാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ 60% മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്ത എത്ര സ്റ്റുഡൻസ് ഉണ്ട്? അങ്ങനെയാണെങ്കിൽ എത്ര പേരുണ്ടാവും? എങ്ങനെ കണ്ടുപിടിക്കും? എക്സാക്ട്ലി. 60% എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ടോട്ടൽ മാർക്ക് 50 ആണ്. 50യുടെ 60% ദാറ്റ് വിൽ ബി 30. 30 ആണ് 50ൽ 60%. സോ 30 മാർക്കിന് മുകളിൽ കിട്ടിയിട്ടുള്ളവർ 60%-ൽ കൂടുതൽ കിട്ടിയിട്ടുള്ളവരാണ്. സോ പറഞ്ഞിരിക്കുന്നത് ഫിസിക്സിന് 30%-ൽ കൂടുതൽ കിട്ടിയ എത്ര പേര്, 60%-ൽ കൂടുതൽ കിട്ടിയ എത്ര പേരുണ്ടെന്നാണ്. ദാറ്റ് വിൽ ബി 32. അതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒന്നും കൺഫ്യൂസിംഗ് ഇല്ല, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൂവിങ് ഓൺ, തേർഡ് വൺ. ദി പെർസെൻറ്റേജ് ഓഫ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് getting at least 60% mark in chemistry over those getting at least 40% mark in aggregate is approximately. So നമുക്ക് രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഒന്ന്, number of students getting at least 60% marks in chemistry. Chemistry 60% മാർക്ക് എന്ന് പറഞ്ഞാൽ 30%-ന് മുകളിൽ തന്നെയാണ്. 30%-ന് മുകളിൽ കെമിസ്ട്രിയിൽ സ്കോർ ചെയ്തിട്ടുള്ള 21 പേരുണ്ട്. രണ്ടാമതായിട്ട് 40% മാർക്സ് ഇൻ ആഗ്രിഗേറ്റ്. ആഗ്രിഗേറ്റിൽ 40% എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി എത്രയാ? 100ൽ 40%, 50ൽ 40% എന്ന് പറഞ്ഞാൽ 20 ആണ്. 20 ആൻഡ് എബോവ് സ്കോർ ചെയ്തിട്ടുള്ള 73 പേരുണ്ട്. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 21 എന്ന് പറയുന്നത് 73യുടെ എത്ര പെർസെന്റേജ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. 21 73യുടെ എത്ര പെർസെന്റേജ് ആണ്? അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ കാൽക്കുലേറ്റ് ചെയ്ത് പറയൂ, അപ്രോക്സിമേറ്റ്ലി എത്ര പെർസെന്റേജ് ആണ്? 29. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? 29 ആണോ? ആ 28 പോയിന്റ് സംതിങ്. ദാറ്റ്സ് ഇറ്റ്. സോ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 21 ഡിവൈഡഡ് ബൈ 73 ഇൻറ്റു 100 എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 21 ഡിവൈഡ് ബൈ 73 ഇൻറ്റു 100 എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് വിൽ ബി 28
or point something, right? Point something round ചെയ്യുമ്പോൾ you will get 29. Okay, ഇനി കാൽക്കുലേഷനിലേക്ക് പോവണ്ടെങ്കിൽ മറ്റൊരു മെത്തേഡും ചെയ്യാം. ലൈക്ക് ഇപ്പോ നമുക്ക് തന്നിരിക്കുന്നത് 73യുടെ എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 73യുടെ നമുക്ക് അറിയാവുന്ന പെർസെൻറ്റേജുകൾ ആദ്യം കണ്ടുപിടിക്കാം. നമുക്ക് അറിയാവുന്ന പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന പെർസെൻറ്റേജ് 10% നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം, റൈറ്റ്? 10% എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കുത്തു കൊടുത്താൽ മതി, 7.3. ഓക്കെ, അതേപോലെ തന്നെ 5% നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 5% എന്ന് പറഞ്ഞാൽ 10%ന്റെ പകുതിയാണ്. 10%ന്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ 5% ആയി. 1% നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 1% എന്ന് പറയുമ്പോൾ 2 പോയിന്റ് മാറ്റുക, that will be 0.73. ഓക്കെ, then 2% കണ്ടുപിടിക്കണമെങ്കിൽ ഈ 1%നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പറയുന്ന ഡിഫിക്കൽറ്റി ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്കിവിടെ തന്നിരിക്കുന്നത് 73 ആണ്. 73ന്റെ എത്ര ശതമാനമാണ് 21 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 73നെ നമുക്ക് അറിയാവുന്ന പെർസെൻറ്റേജുകൾ ആയിട്ട് പെട്ടെന്ന് ഡിവൈഡ് ചെയ്യാം. 10% ആയി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 7.3. വീണ്ടും 10% ആയി കഴിഞ്ഞാൽ വീണ്ടും ഒരു 7.3. വീണ്ടും ഒരു 10% ആയി കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു 7.3 ആണ്, റൈറ്റ്? സോ 30% എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് പതുക്കെ പോയാലും മതി, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. 10% ആയപ്പോൾ 7.3 ആയുള്ളൂ. ഞാൻ വീണ്ടും ഒരു 10% കൂടി ആഡ് ചെയ്യുന്നു, അഗെയിൻ 7.3, ദാറ്റ് വിൽ ബി 14.6. ഓക്കെ, വീണ്ടും ഒരു 10% കൂടി ഞാൻ ആഡ് ചെയ്ത് നോക്കുന്നു, that will be 21.9. 21.9 എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജാ? 10 30% 21.9. അത്രയില്ലല്ലോ, നമുക്ക് വേണ്ട 21 മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ 1% താഴെ, അതായത് ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി എന്ന് പറയുമ്പോൾ തന്നെ കൃത്യമായിട്ട് അറിയാം 21.9 ആണ്. 21.9 ആണ് 30%. അങ്ങനെയാണെങ്കിൽ അതിന് തൊട്ടടുത്ത് വരുന്ന ഫിഗർ ആയിരിക്കും നമ്മളുടെ ആൻസർ. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി എക്സാക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ അതും പോസിബിൾ ആണ്. ബിക്കോസ് ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളത് 30% is equal to 21.9 എന്നാണ്. ഓക്കെ, നമുക്ക് വേണ്ടത് എത്രയാ? 21 മതി. അങ്ങനെയാണെങ്കിൽ 1% വരാൻ കുറയ്ക്കാലോ. 1% കുറച്ച് നോക്കാം. 1% എത്ര നമുക്കറിയാം, 0.73. ഇതിന്റെയാണ് 73യുടെ 1% എന്ന് പറഞ്ഞാൽ 0.73 ആണ്. അത് നമ്മൾ മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 21.17 കിട്ടി. സോ 29% എന്ന് പറഞ്ഞാൽ 30ൽ നിന്ന് 1% പോയി 29% എന്ന് പറഞ്ഞാൽ 21.17 ആണ്. ഇനിയും 1% കുറഞ്ഞു കഴിഞ്ഞാൽ 21 താഴെ പോയില്ലേ? 50 അല്ല 73 ഉണ്ട്, 0.73 ഉണ്ട്. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 20 പോയിന്റ് സംതിങ് ആവും. നമുക്ക് വേണ്ടത് എത്രയാ? 21 ആണ്. സോ വി ഗോട്ട് ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി 29%. ഈ ഒരു കാൽക്കുലേഷൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ ഇപ്പൊ പറഞ്ഞ സ്റ്റേജസ് കാൽക്കുലേഷൻ? എനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സ്പീഡാണ്, വർക്ക് ചെയ്യണം. നമ്മൾ വീണ്ടും അതൊന്ന് ചെയ്ത് നോക്കുക. അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ പറഞ്ഞപ്പോ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ പെട്ടെന്ന്? ദെൻ നോ ഇഷ്യൂ, വേറൊരു മെത്തേഡിലേക്ക് പോകേണ്ട കാര്യമില്ല. ബിക്കോസ് ചില കേസസിൽ ഇങ്ങനെയൊക്കെ വരും, 554 ഇതിന്റെ എത്ര പെർസെന്റേജ് ആണ് 331 എന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂ. ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ നോ ഇഷ്യൂ, അത് തന്നെയായിരിക്കും ബെറ്റർ മെത്തേഡ്. അത് പോസിബിൾ അല്ലെങ്കിൽ ഈ 554നെ തന്നെ നമ്മൾ ഡിഫറെന്റ് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിഫറെന്റ് പാർട്ട് ഇൻ ദ സെൻസ് നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന പെർസെന്റേജുകൾ. നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന പെർസെന്റേജുകൾ ഏതൊക്കെയാണ്? 10%, 20%, 30%,
അതായത് 10% കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 20ആയി, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 30ആയി, അല്ലെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 50% എടുക്കാൻ വേണ്ടി 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, ഇതിന്റെ പകുതിയാണ്. 554ന്റെ കൃത്യം പകുതിയായിരിക്കും 50%. സോ പെട്ടെന്ന് 50%ലേക്ക് നമ്മൾ എത്തി. ഓക്കെ, സോ 554ന്റെ പകുതി എത്രയാണ്? 227 50%. ജസ്റ്റ് ചെയ്ത് നോക്കുക. 227 50%ആയി. നമുക്ക് എത്രയുണ്ട്? 331 ആവണം. വീണ്ടും ഒരു 10% എടുത്ത് നോക്കുക. 10% എന്ന് പറഞ്ഞാൽ 55.4. ആഡ് ചെയ്യുക. വീണ്ടും ഒരു 10% ആഡ് ചെയ്യുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് വഴിയും നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത് ആ മെത്തേഡ് ഫോളോ ചെയ്യാം. ഈ മെത്തേഡ് ആദ്യം ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നാം, ബട്ട് ലെറ്റ് മി ടെൽ യു, ഏറ്റവും ഈസി മെത്തേഡാണ്. നിങ്ങൾക്ക് ചെയ്ത് ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ, ആ ഒരു രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ഈസി മെത്തേഡ് ഇത് തന്നെയാണ്. ഓക്കെ, എനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഒന്നും കേൾക്കുന്നില്ല. ഓക്കെ, next question. Moving. The number of students scoring less than 40% marks in aggregate is. Number of students scoring less than 40% marks in aggregate is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? എന്താണ് 40%? ആഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ ഈ തന്നിരിക്കുന്നതാണ് ആവറേജ് ഓർ ആഗ്രിഗേറ്റ്. ആഗ്രിഗേറ്റിൽ 40% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40% എന്ന് പറഞ്ഞാൽ 50ന്റെ 40%, ദാറ്റ് വിൽ ബി 20. 20ൽ താഴെ ലെസ് ദാൻ 20 എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 20ൽ താഴെ മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്ന എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് ഡയറക്റ്റ്ലി തന്നിരിക്കുന്നത് എന്താ? നമുക്കിവിടെ ഡയറക്റ്റ്ലി തന്നിരിക്കുന്നത് 20ൽ കൂടുതൽ, 20 മാർക്കും അതിൽ കൂടുതലും നേടിയിരിക്കുന്ന കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട്. 73 ആണ്. ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 100 സ്റ്റുഡൻസ് ആണ് ടോട്ടൽ ഉള്ളത്. 73 പേർക്ക് 20ഉം 20ൽ കൂടുതലും മാർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാർക്ക് കിട്ടാത്ത എത്ര പേർക്കാണ്? 100 മൈനസ് 73, that will be 27. Done. Okay. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കുക. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് സ്കോറിംഗ് ലെസ് ദാൻ 40% മാർക്സ് ഇൻ ആഗ്രിഗേറ്റ്. ആഗ്രിഗേറ്റിൽ 40% മാർക്സിൽ കുറവ് വന്നിട്ടുള്ള സ്റ്റുഡൻസ് എത്ര പേരാണ്? സോ ദാറ്റ് നമുക്ക് തന്നിരിക്കുന്ന ക്ലൂ പ്രകാരം 20 മാർക്കിൽ കൂടുതൽ കിട്ടിയവർ തന്നിട്ടുണ്ട്. 50ന്റെ 40% എന്ന് പറഞ്ഞാൽ 20 ആണ്. 50ന്റെ 40% എന്ന് പറയുമ്പോൾ 20 ആണ്. സോ 20 മാർക്കിൽ കൂടുതൽ കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസ് 73 പേരുണ്ട്. അതിൽ ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 100 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എത്ര പേരാണ് തോറ്റുപോയെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, കോംപ്ലിക്കേഷൻ ഒന്നും അതിനകത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലെറ്റ്സ് മൂവ് ഓൺ. നെക്സ്റ്റ് വൺ. ആദ്യത്തെ ക്വസ്റ്റ്യനിലെ ആദ്യത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ഇറ്റ് ഈസ് നോൺ ദാറ്റ് അറ്റ്ലീസ്റ്റ് 23 സ്റ്റുഡൻസ് വെയർ എലിജിബിൾ ഫോർ എ സിംപോസിയം ഓൺ കെമിസ്ട്രി. 23 സ്റ്റുഡൻസ് എലിജിബിൾ ആണ്. ഓക്കെ, then the minimum qualifying mark in chemistry for eligibility in symposium would lie in between. So question ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത്, 23 സ്റ്റുഡൻസ് ഒരു സിംപോസിയത്തിൽ പങ്കെടുക്കാൻ എലിജിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ, അതായത് മുകളിൽ വരുന്ന ഏറ്റവും ടോപ്പിൽ വരുന്ന 23 പേരായിരിക്കും പങ്കെടുക്കാൻ യോഗ്യതയുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ക്വാളിഫൈയിങ് മാർക്ക് ഏത് റേഞ്ചിലായിരിക്കും? അത് 40%, അതായത് 40നും 50നും ഇടയ്ക്കാണോ? അതോ 30നും 40നും ഇടയ്ക്കാണോ? അതോ 20നും 30നും ഇടയ്ക്കാണോ? ഓർ 10നും 20ക്കും ഇടയ്ക്കാണോ? ഇതാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അതായത് കെമിസ്ട്രിക്ക് സിംപോസിയത്തിൽ ക്വാളിഫൈ ചെയ്ത 23 സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ക്വാളിഫിക്കേഷൻ കട്ട് ഓഫ് മാർക്ക് ഏത് റേഞ്ചിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിനുവേണ്ടി നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ 40 ആൻഡ് 45, 30 and 40, 20 and 30, below 20. ഇങ്ങനെ ക്ലൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ?
23 സ്റ്റുഡൻസ് ആണ് ക്വാളിഫൈ ചെയ്തത്. 23 സ്റ്റുഡൻസിനെ ഏത് റേഞ്ചിൽ നമുക്ക് കിട്ടും എന്ന് ആലോചിക്കാം. സോ യു വിൽ ഗെറ്റ് ദി ആൻസർ. സബ്ജക്ട് ഏതാ? കെമിസ്ട്രി. കെമിസ്ട്രിക്ക് 23 സ്റ്റുഡൻസ് ക്വാളിഫൈ ചെയ്തു. അപ്പോൾ ആ മാർക്ക് റേഞ്ച് എത്രയായിരിക്കും? എനിക്ക് ആൻസർ വേണം, ഒന്ന് പറയാമോ? ഒന്ന് ശരിക്കൊന്ന് ഉപയോഗിച്ച് തലയൊന്ന് ഉപയോഗിച്ചാൽ മതി. യു വിൽ ഗെറ്റ് ദി ആൻസർ. ഞാൻ നമ്മൾ പേപ്പർ തുടരേണ്ട കാര്യം തന്നെ ഇല്ല, ഡയറക്റ്റ്ലി ആൻസർ അറിയാൻ പറ്റും. പറയൂ. ഓപ്ഷൻ എ, ബി, സി, ഡി ഏതാണ്? നിങ്ങൾ പറഞ്ഞ ഞാൻ കേട്ടില്ല കേട്ടോ, പറഞ്ഞായിരുന്നു എന്തെങ്കിലും? പറയൂ. ഇത് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ അല്ല, ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ പറയൂ. നിങ്ങൾക്ക് ആൻസർ അറിയാം, സോ പറയൂ. എന്താ ഉദ്ദേശം? അതായത് നമ്മളിപ്പോ മാർക്ക് വന്നപ്പോൾ, കെമിസ്ട്രിയുടെ മാർക്ക് വന്നപ്പോൾ ടോപ്പിലുള്ള 23 പേർക്ക് ഒരു സിംപോസിയത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യത കിട്ടി. അവർ ക്വാളിഫൈ ചെയ്തു. 23 പേര് ക്വാളിഫൈ ചെയ്തു എന്ന് പറയുമ്പോൾ ആ മിനിമം ക്വാളിഫൈയിങ് മാർക്ക് ഏത് റേഞ്ചിലായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അത് 40-ന് മുകളിലാണോ, അതോ 30-നും 40-നും ഇടയിലാണോ, അതോ 20-നും 30-നും ഇടയിലാണോ? ഇതാണ് നമ്മളോടുള്ള ചോദ്യം. സോ മിനിമം ക്വാളിഫൈ മാർക്ക് ഇതിൽ ഏതിലാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ റേഞ്ചിലുള്ള സ്റ്റുഡൻസിന്റെ എണ്ണം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് 40-ന് മുകളിൽ, ആൻസർ പറഞ്ഞായിരുന്നു, ക്ലിയർ ആവുന്നില്ല കേട്ടോ. എനിവേ 40-ന് മുകളിൽ 4 പേരാണ് ക്വാളിഫൈ ചെയ്തത്. അതായത് 40-ന് മുകളിൽ മാർക്ക് കിട്ടിയ 4 പേരേ ഉള്ളൂ. എത്ര പേര് ഇവിടെ ഉണ്ട്? ഇവിടെ 23 സ്റ്റുഡൻസ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അത്രയും പേര് അവിടെ ഉണ്ടോ? ഇല്ല. രണ്ടാമതായിട്ട് 30-ന് മുകളിൽ 21 പേർക്കേ ഉള്ളൂ. ഇവിടെ 23 സ്റ്റുഡൻസ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. 30 കട്ട് ഓഫ് എങ്കിൽ 21 ആളുകൾ മാത്രമേ ക്വാളിഫൈ ചെയ്യുമായിരുന്നുള്ളൂ. ഓക്കെ. ദെൻ 20-ന് മുകളിൽ വന്നപ്പോഴാണ് 66 പേര്, അതായത് 23-ൽ കൂടുതൽ ആൾക്കാർ ക്വാളിഫൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് 20-നും 30-നും ഇടയ്ക്കായിരിക്കും. ഒന്നും കൂടി നോക്കുക, ഒന്നും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കെമിസ്ട്രിയുടെ ഒരു സിംപോസിയത്തിൽ പങ്കെടുക്കാൻ അർഹത നേടിയ 23 സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും? 23 സ്റ്റുഡൻസ് വരണമെങ്കിൽ ഏത് റേഞ്ചിൽ വരണമെന്ന് ആലോചിക്കാം. ബിക്കോസ് ഒന്നാമത് 40-ന് മുകളിൽ ആയിരുന്നു കട്ട് ഓഫ് എങ്കിൽ 4 പേർക്ക് മാത്രമേ യോഗ്യത കിട്ടുമായിരുന്നുള്ളൂ. 30-ന് മുകളിലായിരുന്നു കട്ട് ഓഫ് എങ്കിൽ 21 പേർക്ക് മാത്രമേ യോഗ്യത കിട്ടൂ. 20-ന് മുകളിൽ ആണ് കട്ട് ഓഫ് എങ്കിൽ യുൽ ഗെറ്റ് 66 പേർക്ക് യോഗ്യത കിട്ടിയേനെ. അതിനർത്ഥം ഈ 20-നും ഈ 30-നും ഇടയ്ക്കാണ്, 20-നും 30-നും ഇടയ്ക്കാണ് നമ്മളുടെ റിയൽ കട്ട് ഓഫ്. ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് 20-നും 30-നും ഇടയ്ക്കാണ്. മനസ്സിലായോ? Okay. So let's move on. Second question. കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്, ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ തന്നത്. ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിഫിക്കൽറ്റി കുറച്ചുകൂടി പതുക്കെ കൂടി വരും. ഈ ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയർഡ് ക്വാളിഫൈഡ് ആൻഡ് സെലക്ടഡ് ഇൻ എ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ഫ്രം 5 സ്റ്റേറ്റ്സ് ഡൽഹി, Himachal Pradesh, Uttar Pradesh, Punjab and Haryana over the years to 1994 to 1998 is given. തന്നിരിക്കുന്നതാണ്, നമ്പർ ആണ് തന്നിരിക്കുന്നത്. ഈ മുകളിലുള്ളത് കൃത്യമായിട്ട് വായിച്ചു നോക്കണം.
അത് വായിക്കാത്തത് കൊണ്ട് മിസ്റ്റേക്ക് വരുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കിവിടെ തന്നിരിക്കുന്നത് നമ്പറാണ്, പെർസെൻറ്റേജ് വേറെ ഒന്നുമല്ല, നമ്പറാണ്. അതായത് ടോട്ടൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് 5 സ്റ്റേറ്റുകളിൽ നിന്നും പാസ്സായിട്ടുള്ള സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് ആണ്. അത് ഓരോ വർഷത്തിൽ തന്നിട്ടുണ്ട്. 1997 ഡൽഹിയിൽ മാത്രം അപ്ലൈ ചെയ്തത്, ക്വാളിഫൈ ചെയ്തത്, സെലക്ട് ചെയ്തത്. അതേപോലെ ഓരോ വർഷത്തെയും അങ്ങനെ ഡീറ്റെയിൽഡ് ലിസ്റ്റ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്ലൈ ചെയ്തവർ, ക്വാളിഫൈ ചെയ്തവർ, സെലക്ട് ചെയ്തവർ, അങ്ങനെ 5 സ്റ്റേറ്റുകൾ. ഇത്രയുമാണ് ഡേറ്റ എന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക. ഡേറ്റ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അത്ര ഡിഫിക്കൽറ്റി ഉണ്ടാവില്ല. ഓക്കെ, then let's move on to the question. For which state the average number of candidates selected over the years is maximum? For which state the average number of candidates selected over the years is maximum? So selection ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ നമ്മളിവിടെ 5 സ്റ്റേറ്റുകൾ തന്നിട്ടുണ്ട്. നമ്മളുടെ ഓപ്ഷനകത്ത് നമുക്കിവിടെ നോക്കി അറിയാം 4 സ്റ്റേറ്റുകൾ മാത്രമേ ഉള്ളൂ. സോ ആ 4 സ്റ്റേറ്റുകളുടെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി. മറ്റേ സ്റ്റേറ്റ് ആദ്യം തന്നെ ഒഴിവാക്കുക, വെറുതെ ആഡ് ചെയ്ത സമയം കളയരുത്. ഇവിടെ തന്നിരിക്കുന്നത് ഡൽഹി, ഹിമാചൽ പ്രദേശ്, UP ആൻഡ് പഞ്ചാബ്. ഹരിയാനയെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല. ഇതിൽ ഏത് സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സ്, ആവറേജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് സെലക്ടഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് മാക്സിമം വന്നിരിക്കുന്നത് ഏത് സ്റ്റേറ്റിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഉള്ള പ്രശ്നം, നമ്മളിവിടെ ആവറേജ് എന്ന് കാണുമ്പോൾ ആവറേജ് കാണേണ്ട കാര്യം ഇതിനകത്തുണ്ടോ? ബിക്കോസ് നമുക്ക് തന്നിരിക്കുന്നത് 1 2 3 4 5 6 5 ഇയേഴ്സിന്റെ കാര്യമാണ്, 5 വർഷം. നമ്മൾ ചെയ്യേണ്ടത് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 ഐറ്റംസ് കൂട്ടുക, ഡിവൈഡ് ബൈ 5. ഈ 5 ഐറ്റം കൂട്ടുക, ഡിവൈഡ് ബൈ 5. സെലക്ഷന്റെ കീഴിൽ വരുന്ന 5 എണ്ണം കൂട്ടുക, ഡിവൈഡ് ബൈ 5. എല്ലാത്തിലും 5 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. എല്ലാത്തിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഡിവിഷനിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ വരുന്നത് ഏത് സ്റ്റേറ്റിനാണോ, ഏറ്റവും കൂടുതൽ സെലക്ഷനകത്ത് വരുന്ന ഏത് സ്റ്റേറ്റിനാണോ അതാണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ, സോ ഈ കോളം ഓരോന്നിലും ഈ കോളം ആഡ് ചെയ്യുക, സെലക്ഷൻ എന്ന് പറയുന്ന കോളം. ഓക്കെ, ഇതിനു വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം ടോട്ടൽ യു ക്യാൻ, ഇപ്പോൾ 3 hours ആയതുകൊണ്ട് യു ക്യാൻ സ്പെൻഡ് ഇൻ ബിറ്റ്വീൻ 10 to 15 minutes. ഒരു കുഴപ്പമില്ല. 10 മുതൽ 15 മിനിറ്റ് വരെ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അത് നിങ്ങളുടെ എക്സാമിനെ യാതൊരു രീതിയിലും ബാധിക്കില്ല. 5 മാർക്കുകളാണ് ഈ ഏരിയയിൽ നിന്ന് കിട്ടുന്നത്. ആഡ് ചെയ്ത് നോക്കൂ. ആഡ് ചെയ്തിട്ടൊന്ന് പറയാമോ ഡൽഹിയുടെ ടോട്ടൽ, ഹിമാചൽ പ്രദേശിന്റെ ടോട്ടൽ? ഹലോ, എത്ര കിട്ടി? ആ, 1 second. ഓക്കെ, ഡൽഹിക്ക് കിട്ടിയത് 384, റൈറ്റ്? 384. then HP ആഡ് ചെയ്യുമ്പോൾ 378, UP 361, പഞ്ചാബ് 364. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് കിട്ടി. സോ ഇതിൽ ഏറ്റവും കൂടുതലുള്ള ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഡിവൈഡ് ബൈ 5, ഇത് ഡിവൈഡ് ബൈ 5, ഇത് ഡിവൈഡ് ബൈ 5, ഇത് ഡിവൈഡ് ബൈ 5. ഇത് ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഏറ്റവും കൂടുതലുള്ളത് തന്നെയല്ലേ? സെയിം തിങ് തന്നെ വരും, ആൻസറിലേക്ക് വരും. അപ്പൊ ആ ഡിവിഷനിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ നിങ്ങളുടെ ആൻസർ കിട്ടിയിട്ടുണ്ട്, ഡൽഹിയാണ് ഏറ്റവും കൂടുതൽ സെലക്ഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ. The percentage of candidates qualified from Punjab
over those appeared from Punjab is highest in the year. Percentage of candidates qualified from Punjab over those appeared from Punjab is highest in the year. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ക്വാളിഫൈ ചെയ്തതും അപ്പിയേർഡും. ഓക്കെ, പഞ്ചാബ് മാത്രം എടുത്താൽ മതി. ഈ 8,200ന്റെ എത്ര പെർസെന്റേജ് ആണ്? 85. ഓക്കെ, അതേപോലെ 6,800ന്റെ എത്ര പെർസെന്റേജ് ആണ്? 70. ദെൻ 6,500ന്റെ എത്ര പെർസെന്റേജ് ആണ്? 65. അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന ഇയേഴ്സിന്റെ മാത്രം കണ്ടുപിടിച്ചാൽ കേട്ടോ. നമുക്ക് തന്നിരിക്കുന്നത് 97, 98, 99, 200, 2000 ഇത്രയും ഇയേഴ്സിന്റെ നിങ്ങൾ കമ്പയർ ചെയ്തൊന്ന് കണ്ടുപിടിച്ചേ. ഏറ്റവും ഹയസ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം 8,200ന്റെ എത്ര പെർസെന്റേജ് ആണ്? 85 എന്ന് കണ്ടുപിടിക്കുക. അതായത് യു ക്യാൻ ഡു ദിസ് 85 ഡിവൈഡ് ബൈ 8,200 into 100 എന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രീതിക്ക് ചെയ്യാം. ദാറ്റ്സ് അപ് ടു യു. ഓക്കെ, അപ്പോ അത് ചെയ്യുക. ദെൻ 6,800ന്റെ എത്ര പെർസെന്റേജ് ആണ്? 70 എന്ന് നോക്കുക. 6,500ന്റെ എത്ര പെർസെന്റേജ് ആണ്? 65 എന്ന് നോക്കുക. ദെൻ 78ന്റെ എത്ര പെർസെന്റേജ് ആണ്? 84 എന്ന് നോക്കുക. ഇതിൽ ഏറ്റവും ഹയസ്റ്റ്. ഇതിനകത്ത് എന്തെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ആദ്യമേ എലിമിനേറ്റ് ചെയ്യാം കേട്ടോ. ഏതെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ആദ്യമേ എലിമിനേറ്റ് ചെയ്യാം. ഏറ്റവും ചെറുത് ഏതായിരിക്കും? 6,500. ഓ സോറി, ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സെലക്റ്റഡ് അല്ല, ക്വാളിഫൈഡ് ആണ്. ഇങ്ങനത്തെ ചെറിയ മിസ്റ്റേക്സ് മതി നമ്മുടെ പ്രോബ്ലം തെറ്റാൻ വേണ്ടി. ചോദിച്ചിരിക്കുന്നത് ക്വാളിഫൈഡ് ആണ്. ഈ മിസ്റ്റേക്ക് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് 8,200ഉം ക്വാളിഫൈഡും തമ്മിലാണ്, നോട്ട് സെലക്റ്റഡ്. ക്വാളിഫൈഡുമായിട്ട് കമ്പയർ ചെയ്യാം. ഡു ഇറ്റ് വൺസ് അഗെയിൻ. ക്വാളിഫൈഡുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇപ്പോൾ 8,200 സോറി 680 8,200 എത്ര പെർസെന്റേജ് ആണ് നോക്കണം. അതേപോലെ 6,800 600ഉമായിട്ട് നോക്കുക. 525 650 ആയിട്ട് നോക്കുക. 720 7,800 ആയിട്ട് നോക്കുക. Or you can calculate it directly as well. ഓക്കെ, ചെയ്യാൻ പറ്റുന്നുണ്ടോ? എങ്ങനെ ചെയ്യണം? ഇനിയും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഒന്നുകൂടി ശ്രദ്ധിക്കൂ. ഇത് ചെയ്യാൻ ഏറ്റവും നല്ല മെത്തേഡ് ഞാൻ പറയുന്നത് തന്നെയാണ്, ഒരു ഡൗട്ടും വേണ്ട. അതായത് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് 8,200 ഇതിൽ നിന്നും ഡയറക്റ്റ് 8,200 അതിന്റെ 680 ആണ്. പറയൂ. എന്താ പറഞ്ഞ കേട്ടില്ല? എന്തെങ്കിലും ഡൗട്ട്സ് ആണോ അതോ ആൻസർ ആണോ? ഓക്കെ, ശ്രദ്ധിക്കും. 8,200ഉം 680 തമ്മിൽ കമ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ 680 എന്ന് പറയുന്നത് 8,200 എത്ര പെർസെന്റേജ് ആണെന്ന് അറിയണം. അതിനുവേണ്ടി നമുക്കിവിടെ ഡയറക്ട്ലി പറയാൻ പറ്റുന്നത് 10% താഴെയാണ്. 10% എന്ന് പറഞ്ഞാൽ എത്രയാ? 820 ആണ്. സോ 820 താഴെയാണ് 680. അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റും. സോ അതിലും താഴെയുള്ള ഒരു ഫിഗർ ആണ് വരുന്നത്. സോ എല്ലാ ഐറ്റവും അങ്ങനെയാണോ എന്ന് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും 10%-ൽ കൂടുതലുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ആൻസർ. അതൊന്ന് ആദ്യമേ ക്രോസ് ചെക്ക് ചെയ്യുക. സോ ജസ്റ്റ് ഒരു ടേബിൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം.
അതായത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് 8200 680 ഇതിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പോവാണ്. പിന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നത് 6800 6800ഉം 600ഉം. മൂന്നാമതായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് 6500ഉം 525. നാലാമതായിട്ട് 7800ഉം 720. ഓക്കെ, ഇതിൽ നിന്നും ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് 10% അങ്ങ് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഒരു കോളം ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. സോ പെട്ടെന്ന് എഴുതാം. 8200ന്റെ 10% 820 ആണ്. 6800ന്റെ 10% 680 ആണ്, 680. Then 650യുടെ 6500ന്റെ 10% 650. 7800ന്റെ 10% എന്ന് പറയുമ്പോൾ 780. ഓക്കെ, ഇതിനേക്കാൾ എല്ലാത്തിനേക്കാളും ചെറിയ ഫിഗർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഹെഡ്ഫോൺ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ സംശയം ചോദിക്കുകയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഓക്കെ, എനിവേ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഉറക്കം ചോദിച്ചോട്ടോ, നമുക്ക് അപ്പോൾ ക്ലിയർ ചെയ്യാം. ആരുടെ മൈക്ക് ഓൺ ആയിട്ടിരിപ്പുണ്ട്? അതാണോ ഡിഫിക്കൽറ്റി? അതാരുടെയാണ്? 10% എങ്ങനെയാ കിട്ടിയെന്നോ? നമ്മൾ റാൻഡം ആയിട്ടുള്ള ഒരു ഫിഗർ എടുത്താണ്. അതായത് നമുക്ക് വേണ്ടത് എന്താ? ഈ 8200നെ എനിക്ക് 680 ആക്കണം. ഓക്കെ, അത് ആ പെർസെന്റേജ് എത്രയാണ്? അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ 680 എന്ന് പറയുന്നത് 8200ന്റെ എത്ര പെർസെന്റേജ് ആണെന്നാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് എടുക്കാവുന്ന ഫിഗർ ഏതാണ്ട് 600 അല്ലെങ്കിൽ 800 ആ ഒരു റേഞ്ചിൽ പെട്ടെന്ന് എനിക്ക് എടുക്കാവുന്ന ഫിഗർ എന്ന് പറയുന്നത് 10%. 10% കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 0 വെട്ടിക്കളഞ്ഞാൽ മതി. ഓക്കെ, അതുകൊണ്ട് ഞാൻ 10% പെട്ടെന്ന് കണ്ടുപിടിച്ചു. എല്ലാത്തിന്റെയും 0 വെട്ടിക്കളഞ്ഞു. ഐ ഗോട്ട് ദീസ് നമ്പേഴ്സ്. ഇപ്പൊ ഞാൻ റിയലൈസ് ചെയ്യുന്നത് എന്താ? ഇതിനേക്കാൾ ചെറിയ ഫിഗർ ആണ് 820നേക്കാൾ ചെറുതാണ് നമ്മൾക്ക് കിട്ടേണ്ടിയിരുന്ന 680. അതേപോലെ രണ്ടാമത്തെ 680നേക്കാൾ ചെറുതാണ് 600. സോ ഓരോന്നിലും നമ്മൾ നോക്കി, ഓരോന്നിലും ആക്ച്വലി നമ്മൾ കണ്ടുപിടിച്ച 10%നേക്കാൾ ചെറുതാണ് വന്നിരിക്കുന്നത്, കുറവാണ്. സോ കുറവായതുകൊണ്ട് ഞാൻ ഇവിടെ 1% മൈനസ് ചെയ്യാൻ തീരുമാനിച്ചു. 1% മൈനസ് ചെയ്യുമ്പോൾ എത്രയാവും? 9% ആകും. 10% എന്ന് പറയുന്നത് 9% കുറയും. ഓക്കെ, സോ 1% കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. 8200 തന്നെയാണ്, അതിന്റെ 1% എന്ന് പറഞ്ഞാൽ 82 ആണ്. ഓക്കെ, 10% എനിക്കറിയാം 820 ആണ്. 820ൽ നിന്നും ഞാൻ എന്റെ 1% മൈനസ് ചെയ്ത് കളയുന്നു. അതേപോലെ അടുത്തതിൽ 600 ആണ് എനിക്ക് കിട്ടേണ്ടിയിരുന്നത്. ഇവിടെയും ഞാൻ 1% 680ൽ നിന്നും എനിക്ക് കിട്ടിയ 680ൽ നിന്നും 68 മൈനസ് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ അടുത്തതിലും 650 ആണ് മൂന്നാമത് കിട്ടിയത്. അതിൽ നിന്നും 1% 65 ഞാൻ മൈനസ് ചെയ്യുന്നു. അവസാനമായി 780ൽ നിന്നും 1% 78 ഞാൻ മൈനസ് ചെയ്യുന്നു. എന്തിനു വേണ്ടി അത് ചെയ്തത്? എനിക്ക് ആ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി ഒഴിവാക്കാൻ വേണ്ടി. ഓക്കെ, ഇങ്ങനെ പറയുമ്പോൾ ഇതാണ് ഡിഫിക്കൽട്ട് എന്ന് തോന്നും. പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇതിനേക്കാൾ എളുപ്പമായിട്ട് പറ്റുമെങ്കിൽ നിങ്ങളുടെ വഴി അത് തന്നെ ആയിരിക്കണം. ഞാനത് വേണ്ട എന്നല്ല പറയുന്നത്, ഇത് മനസ്സിലാവുന്നേ ഇല്ല, പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ എനിക്ക് എളുപ്പം തോന്നി കഴിഞ്ഞാൽ ക്യാൻ ഫോളോ ദാറ്റ് മെത്തേഡ് ഇറ്റ്സെൽഫ്. പക്ഷെ അത് ടൈം കൺസ്യൂമിങ് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഈ മെത്തേഡ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം, ഇവിടെ അധികം കാൽക്കുലേഷൻ ഒന്നും വരുന്നില്ല. എനിക്ക് വേണ്ടത് ഈ ഐറ്റം, ഇതാണ് നമ്മളുടെ ഈ ബോക്സിൽ കാണുന്ന ഐറ്റംസ് ആണ് നമ്മളുടെ ടോട്ടൽ വാല്യൂ. ഇതിന്റെയാണ് നമ്മൾ പെർസെന്റേജുകൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ആദ്യം റാൻഡം ആയിട്ടൊരു 10% കണ്ടുപിടിച്ചു. ഏകദേശം 680 അടുത്ത് വരുന്ന ഒരു ഫിഗർ എന്നുള്ള രീതിയിൽ ഞാൻ 10% കണ്ടുപിടിച്ചു. അപ്പൊ എനിക്ക് കിട്ടിയ എല്ലാ ആൻസേഴ്സും, എനിക്ക് കിട്ടിയ ആൻസേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്, ഈ 10% താഴെ കോളത്തിൽ കിടക്കുന്ന ആൻസേഴ്സ്. ഇതെല്ലാം ആക്ച്വലി നമ്മളുടെ റിയൽ ഫിഗേഴ്സ് ആയിട്ടുള്ള ഈ നമ്പേഴ്സിനേക്കാൾ കൂടുതലായിരുന്നു. ഒന്നും കുറവായില്ല, കൂടുതലായിരുന്നു. അപ്പൊ ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഇനിയും ഞാൻ എന്തെങ്കിലും ഒന്ന് കുറയ്ക്കണം. ഓക്കെ, അതുകൊണ്ട് ഞാൻ പെർസെന്റേജ് തന്നെ 1% മൈനസ് ചെയ്തു. 1% മൈനസ് ചെയ്തപ്പോൾ ഈ 8200ന്റെ 1% എന്ന് പറഞ്ഞാൽ 82 ആണ്.
നിലവിൽ 10% എനിക്ക് കിട്ടിയത് 820 ആയിരുന്നു. അതിൽ നിന്ന് 82 ഞാൻ മൈനസ് ചെയ്യുന്നു. അതേപോലെ തന്നെ അടുത്തത് 6800ന്റെ 1% എന്ന് പറയുന്നത് 68 ആണ്. എനിക്ക് കിട്ടിയിരുന്നത് 680 ആണ്. 680ൽ നിന്ന് വീണ്ടും 1% ഞാൻ മൈനസ് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ ഓരോന്നിന്റെയും 1% കൂടി ഞാൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും എന്നാണ് എനിക്ക് അറിയേണ്ടത്. അതിനുവേണ്ടി ഞാൻ ആ 1% ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം എഴുതുന്നു. 1% എന്ന് പറയുന്നത് ഇതിന്റെ 1% എന്ന് പറയുന്നത് 8200 1% എന്ന് പറയുന്നത് 82 ആണ്. ദെൻ 6800ന്റെ 1% എന്ന് പറയുന്നത് 68 ആണ്. അതേപോലെ 6500ന്റെ 1% എന്ന് പറയുന്നത് 65 ആണ്. 7800ന്റെ 1% എന്ന് പറയുന്നത് 78 ആണ്. സോ ഈ രണ്ട് കോളംസ് തമ്മിൽ ഒന്ന് മൈനസ് ചെയ്യാം. അതായത് 10% ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന കോളവും 1% ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന കോളവും തമ്മിൽ ഒന്ന് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ യു ഗെറ്റ് 9%. അടുത്ത കോളത്തിൽ വരുമ്പോൾ അത് 9% ആയിരിക്കും. ആ 9% എത്രയാണെന്ന് നോക്കുക. ഇവിടെ 820ൽ നിന്നും 82 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 738 കിട്ടും. മൈനസ് ചെയ്ത് നോക്കൂ, 738 കിട്ടും. ദെൻ 680ൽ നിന്നും ഞാൻ 68 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 680ൽ നിന്നും 68 മൈനസ് ചെയ്യുകയാണെങ്കിൽ 612 കിട്ടും. ഓക്കെ, അതേപോലെ അടുത്തത് 650ൽ നിന്നും 65 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 585 കിട്ടും. ഓക്കെ, ദെൻ അടുത്തതായിട്ട് 780ൽ നിന്നും ഞാൻ 78 മൈനസ് ചെയ്യുകയാണെങ്കിൽ 702 കിട്ടും. ഓക്കെ, ഇപ്പോ എന്തെങ്കിലും ഡീവിയേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. തന്നിരിക്കുന്ന ആൻസർ ഏതൊക്കെ തമ്മിൽ കമ്പയർ ചെയ്യേണ്ടത്? നമ്മളുടെ റിയൽ ഫിഗേഴ്സും, ഇതാണ് റിയൽ ഫിഗേഴ്സ്, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പെർസെൻറ്റേജ്. റിയലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന 9% ആയിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഈ 9% ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏത് വർഷമായിരുന്നു? 1997. ഇത് 97, ഇത് 98, 99, 2000. ഓക്കെ, സോ ഈ 97ലെ ഫിഗർ അതിന്റെ റിയൽ നമ്പറിനേക്കാൾ കൂടുതലാണ്. അതായത് 9%-ലും താഴെയാണ് 680 എന്ന് പറയുന്നത്. 680 എന്ന് പറയുന്നത് 9%-നേക്കാൾ ചെറിയ ഫിഗറാണ്. രണ്ടാമത് നോക്കുക, 612 അവിടെയും താഴെയാണ്. 612-നേക്കാൾ താഴെയാണ് 600, അതും 9%-ൽ താഴെയാണ്. അടുത്തത് 585, അതിലും താഴെയാണ് 525, സോ അതും 9%-ൽ താഴെയാണ്. ഓക്കെ, അടുത്ത ഫിഗർ നിങ്ങൾ നോക്കി, 702-നേക്കാൾ കൂടുതലാണ് 720. റൈറ്റ്, ഒരൈറ്റം മാത്രമാണ് അങ്ങനെ വന്നിരിക്കുന്നത്, അല്ലാതെ ബാക്കിയുള്ള എല്ലാ ഫിഗേഴ്സും ഡിഫറെന്റ് ആണ്. ഒരൈറ്റം മാത്രം തിരിഞ്ഞു വന്നിട്ടുണ്ട്. അതിനർത്ഥം 9%-ൽ കൂടുതലാണ് 2000-ലെ ഫിഗർ. 2000-ലെ ഫിഗർ 9%-ൽ കൂടുതലാണ്. ദാറ്റ് മീൻസ് ഈ നമ്പർ മാത്രം 2000 മാത്രം 9%-ൽ കൂടുതലാണ്. സോ ദാറ്റ്സ് യുവർ ആൻസർ. ഓക്കെ, അതാണ് നിങ്ങളുടെ ആൻസർ. 2000 ആണ് ആൻസർ വരുന്നത്. 2000-ൽ മാത്രമാണ് നമ്പർ ഓഫ് പേഴ്സൺസ് അപ്ലൈഡ് ക്വാളിഫൈഡിനേക്കാൾ കൂടുതലായിട്ട് വരുന്നത്. ഐ മീൻ ആ ഒരു പെർസെൻറ്റേജ് ഏറ്റവും കൂടുതൽ വരുന്നത് 2000-ലാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത സ്റ്റെപ്സ് ഓർക്കുക. എനിക്ക് ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദിസ് 8.32, 9.14 അങ്ങനെയുള്ള ഫിഗേഴ്സ് ഒക്കെയാണ് വരിക. അതിനകത്ത് ഈ ഓരോ പോയിന്റിനും വാല്യൂ ഉണ്ടാവും. പോയിന്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അത് കാൽക്കുലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന ആ പ്രിൻസിപ്പൽ വാല്യൂസിനെ എല്ലാത്തിനെയും എടുത്തെഴുതുക. നമുക്ക് തന്നിരിക്കുന്ന ആ പെർസെൻറ്റേജ്, അതായത് ഇവിടെ അപ്ലൈഡ് എന്ന് പറയുന്നതാണ് നമ്മളുടെ പ്രിൻസിപ്പൽ എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ എഴുതിയത്. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന റിയൽ ക്വാളിഫൈഡ്, റിയൽ നമ്പർ എന്ന് പറയുന്നത് ഓരോന്നും ഞാൻ ഇവിടെ നിരത്തി എഴുതി. പിന്നെ ചെയ്തത് റാൻഡം ആയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. തന്നിരിക്കുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താ? ആദ്യത്തെ 97-ലെ വാല്യൂ ആണെങ്കിൽ 8200 എത്ര പെർസെൻറ്റേജ് ആണ് 680 എന്ന് കണ്ടുപിടിക്കണം. 8200 എത്ര പെർസെൻറ്റേജ് ആണ് 680 എന്ന്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 8200 എന്ന് പറയുമ്പോൾ അത് 100%-ഉം ഇത് ഏകദേശം 10%-ന് അടുത്തുമല്ലേ. അങ്ങനെ ഒരു ഐഡിയ നമുക്ക് കിട്ടുമല്ലോ. ബിക്കോസ് ഇതിന്റെ 10% എന്ന് പറഞ്ഞാൽ ഒരു 0 കളഞ്ഞാൽ മതി.
അതിന് ഏകദേശം അടുത്തായതുകൊണ്ട് ഞാൻ എല്ലാത്തിന്റെയും 10% കണ്ടുപിടിച്ചു ആദ്യം. ഓക്കെ, 10% കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എല്ലാ ഫിഗറും എല്ലാ 10% താഴെയാണെന്നാണ്. ഓക്കെ, ഈ തന്നിരിക്കുന്ന ഈ കോളത്തിൽ റിയൽ എന്ന് പറഞ്ഞ ഈ കോളത്തിൽ ഇരിക്കുന്ന എല്ലാ ഫിഗറും നമ്മൾ കണ്ടുപിടിച്ച 10%-ത്തേക്കാൾ താഴെയാണ്, ചെറുതാണ്. ഓക്കെ, സോ കുറച്ചും കൂടി ഒന്ന് എല്ലാം ചെറുതായതുകൊണ്ട് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ 1% കൂടി മൈനസ് ചെയ്തു. 1% കണ്ടുപിടിക്കാൻ വലിയ ഡിഫിക്കൽറ്റി ഒന്നുമില്ല. ജസ്റ്റ് തന്നിരിക്കുന്ന ഫിഗറിന് 2 0 വെട്ടിക്കളയാം, 1%. 2 സ്ഥാനം മാറ്റി കഴിഞ്ഞാൽ 1%. ഓക്കെ, സോ അങ്ങനെ 82, 68, 65, 78 എന്നീ ഫിഗേഴ്സ് എനിക്ക് കിട്ടി. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നീട് ചെയ്യേണ്ടത് ഈ 1% ഞാൻ 10%-ൽ നിന്ന് മൈനസ് ചെയ്യുന്നു. സോ ദാറ്റ് 10% 9%-ആയി മാറി. 9%-ആയി മാറിയപ്പോൾ എല്ലാ ഐറ്റവും 9%-ന് താഴെയാണോ എന്ന് ഞാൻ പിന്നെ ക്രോസ് ചെക്ക് ചെയ്യുകയാണ്. അതായത് ഈ റിയൽ വാല്യൂസ് 9%-നേക്കാൾ താഴെയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ ഒരു ഐറ്റം മാത്രം 9%-നേക്കാൾ കൂടുതലാണ്. അതിനർത്ഥം 9%-നേക്കാൾ കൂടുതലുള്ള ഒരു ഐറ്റമേ ഉള്ളെങ്കിൽ അതാണ് ഏറ്റവും വലുത്. ഏറ്റവും കൂടുതൽ പെർസെന്റേജ് വരുന്നത് അതിനാണ്. സോ അവർ ആൻസർ ഈസ് 2000. 2000-ൽ മാത്രമാണ് അപ്ലൈഡ് കാൻഡിഡേറ്റ്സ് മാത്രമാണെന്നല്ല, അപ്ലൈഡ് കാൻഡിഡേറ്റ്സ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് അപ്ലൈഡ് കാൻഡിഡേറ്റ്സിന്റെ 9%-നേക്കാൾ കൂടുതലായത്. സോ ബാക്കിയുള്ളതെല്ലാം 9% താഴെയാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആ ക്വസ്റ്റിന്റെ ആൻസർ സോൾവ് ചെയ്തത്. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും വീണ്ടും നിങ്ങൾ ചെയ്തു നോക്കണം, എന്നാൽ മാത്രമേ വ്യക്തമാവൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഓക്കെ, കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെന്ന് എനിക്കറിയാം. എനിക്കിപ്പോ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഇത് മൊത്തം ഇറേസ് ചെയ്യാം. ഇത് മൊത്തം ഇറേസ് ചെയ്യുന്നു. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് പെട്ടെന്ന് നോട്ട് ചെയ്തേ. വേണ്ട, ഞാൻ ഇതിന്റെ സ്ലൈഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് രണ്ടാമത്തെ മെയിൻ ക്വസ്റ്റ്യന്റെ എല്ലാ ആൻസേഴ്സും, ഇതല്ല 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. രണ്ടാമത്തെ നമ്മളുടെ ഇപ്പൊ പറഞ്ഞ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്ലൈഡ്, ക്വാളിഫൈഡ് ആൻഡ് സെലക്ടഡ് എന്നുള്ള ഈ ക്വസ്റ്റ്യൻ, ഈ ടേബിളുമായി ബന്ധപ്പെട്ട 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ 5 ക്വസ്റ്റ്യൻസും അടുത്ത 1 മണിക്കൂർ ടൈം എടുത്താലും എനിക്ക് ഒരു പ്രശ്നമില്ല. 1 മണിക്കൂർ ടൈം എടുത്താലും നോ ഇഷ്യൂ. നിങ്ങൾ എഫർട്ട് എടുത്ത് 1 മണിക്കൂർ ടൈം എടുത്ത് ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, കാൽക്കുലേറ്റർ എന്ന് പറയുന്ന സാധനത്തെ അടുത്ത് കൊണ്ടുവരരുത്. അല്ലാതെ തനിയെ സോൾവ് ചെയ്യാൻ ശ്രമിക്കും. ഞാൻ പറഞ്ഞ മെത്തേഡ് ഒന്ന് ചിന്തിച്ചു നോക്കുക. കൂടാതെ നിങ്ങൾ നോർമലി കാൽക്കുലേറ്റ് ചെയ്യാറുള്ള പോലെ ഡിവിഷൻ വച്ചും ചെയ്തു നോക്കുക. ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ആ മെത്തേഡ് ഫോളോ ചെയ്യാം. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഞാൻ ഇതിന്റെ സ്ലൈഡ് ഷെയർ ചെയ്യുകയാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തനിയെ ഒന്ന് ചെയ്തു നോക്കുക. മറ്റന്നാൾ നമ്മൾ വീണ്ടും 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം മൺഡേ വീണ്ടും 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ 6 ക്വസ്റ്റ്യൻസ് ക്ലാസ് റൂമിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ അത്രയും എഫർട്ട് എടുക്കണം. ടോട്ടൽ 20 ക്വസ്റ്റ്യൻ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ തന്നെ നമ്മൾ ചെയ്യുന്നു. ഓക്കെ, 20 ക്വസ്റ്റ്യൻസ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ നമ്മൾ ചെയ്യും. അതിനുശേഷമേ വൈൻഡ് അപ്പ് ചെയ്യൂ. ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ട്രൈ ഇറ്റ്. ഓക്കെ, ബൈ.